ഹായ് ഗൈസ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ എന്ന സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഒരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും വന്നിരിക്കുന്നത്. ചില കാര്യങ്ങളും ചില കൺസ്ട്രെയിൻസുമായിട്ട് എനിക്ക് വീഡിയോ ഇടാനും പറ്റിയില്ല, സിനിമകളും അധികം കാണാൻ പറ്റിയില്ല. സോ അതിൻ്റെ എല്ലാം ക്ഷീണം മാറ്റിയിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 1, 2, 3 അല്ല, ഏകദേശം ഒരു 5 to 6 സിനിമകളുടെ ഒരു ഷോർട്ട് നോട്ട് ഒപ്പീനിയൻ ആയിരിക്കും ഞാനത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു 5 to 6, 5-6, മേ ബി ഒരു 6 സിനിമ കാണുമായിരിക്കും. നിങ്ങൾ വിചാരിക്കുമായിരിക്കും എന്തൊരു വട്ട് സിനിമ എന്ന് പറയുന്നത്. എനിക്ക് ഈ എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവർക്കും അതേപോലെ ഇപ്പം ഈ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരുവിധം ആൾക്കാർക്ക് അറിയായിരിക്കും, സിനിമ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ഭ്രാന്തുള്ള കൂട്ടത്തിലാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് കേസരി ചാപ്റ്റർ 2, അക്ഷയ് കുമാർ നായകനായ കരൺ സിംഗ് ത്യാഗി സംവിധാനം ചെയ്തു. 2019 കേസരി എന്ന് പറയുന്ന സിനിമയുടെ ഒരു സ്പിരിച്വൽ സീക്വൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സിനിമയാണ് കേസരി 2. അക്ഷയ് കുമാറിനെ കൂടാതെ മാധവൻ, അനന്യ പാണ്ഡെ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായിട്ട്, റെജീന കസൻഡ്ര പ്രധാന കഥാപാത്രങ്ങളായിട്ട് സിനിമയിൽ വരുന്നുണ്ട്. ജാലിയൻ വാല ബാഗ് മസക്കർ അതിനെ ആസ്പദമാക്കി സി ശങ്കരൻ നായർ സർ ചെയ്ത, അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ ഒരു ഫൈറ്റ് അഗൻസ്റ്റ് ദ ബ്രിട്ടീഷ് എംപയറാണ് ഈ സിനിമയിൽ നമുക്ക് പറഞ്ഞു പോകുന്നത്. ഏകദേശം ഒരു 2 മണിക്കൂർ 14 മിനിറ്റ് അത്രയേ ഉള്ളൂ സിനിമ. ഞാൻ ലാസ്റ്റ് അക്ഷയ് കുമാറിൻ്റെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടതെന്ന് വെച്ചാൽ ഉത്തരം പറ. എനിക്ക് ഓർമ്മയില്ല. 12-13 എന്തായാലും KL7 ആണെന്ന് ഉറപ്പാണ്. സോ പക്ഷേ എന്തായാലും ഏത് സിനിമയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ സിനിമയ്ക്ക് ഒക്യുപ്പൻസി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു അവധി ദിവസമായിട്ട് പോലും ഒരു 2 റോ മാത്രമായിരുന്നു ഫിൽഡായിട്ട് നിന്നത്. ബാക്കി ഒരു സീറ്റ് പോലും ഫില്ലാവാതെ ഒരു അക്ഷയ് കുമാർ സിനിമ, എനിക്കൊന്ന് ബഡേമിയ ചോട്ടേമിയാണെന്ന് തോന്നുന്നു, ഫില്ലാവാതെ ഒരു അക്ഷയ് കുമാർ സിനിമയിൽ ഇരുന്ന് കണ്ട് ആസ്വദിച്ച ഒരാൾ. കേസരി ചാപ്റ്റർ 2 ഞാൻ കാണുന്ന സമയത്ത് ആക്ച്വലി അത് ഹൗസ്ഫുൾ ആയിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. കാരണം അക്ഷയ് കുമാർ എന്ന് പറഞ്ഞാൽ നടനെ എനിക്കിഷ്ടമാണ്. പുള്ളിക്കാരൻ്റെ ഒരു ജോവൽ നേച്ചർ ആണെങ്കിലും, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു സിനിമകളാണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊരു ടൈം പീരീഡാണ്. കാരണം എനിക്കൊന്ന് സൂര്യവംശി എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ട് പുള്ളിക്കൊരു കമേഴ്ഷ്യൽ സക്സസ്, അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടൊരു കമേഴ്ഷ്യൽ പടം കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു നോർമൽ കോർട്ട് റൂം ഡ്രാമ കൊണ്ടുവന്നിട്ട് പുള്ളി എനിക്ക് എൻ്റെ കമേഴ്ഷ്യൽ വൈസ് അറിഞ്ഞൂടെ, എനിക്ക് തോന്നുന്നു ഹിറ്റായെന്നാണ് എൻ്റെ ഒരു എന്താ പറയുന്നത്, ഞാൻ ഇഫ് ഐ എം നോട്ട് റോങ് ഹിറ്റായിരിക്കുകയാണ് സിനിമ. സോ എനിവേ, കമ്മിങ് ബാക്ക് ടു മൂവി, ഇതാണ് ആക്ച്വലി സിനിമ. ഞാൻ പറഞ്ഞ പോലെ തന്നെ സി ശങ്കരൻ നായർ സാറിൻ്റെ സ്ട്രഗിൾ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് എംപയർ റിഗാർഡിംഗ് ദ ജാലിയൻ വാല ബാഗ് മസക്കർ, വാട്ട് റിയലി ഇറ്റ് വാസ്. സോ അതിൽ പറഞ്ഞു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. ഇതിൽ അക്ഷയ് കുമാർ സാറിൻ്റെ ക്യാരക്ടറിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ അതിനേക്കാളും കിഡിലായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ് മാധവൻ സാർ. മാധവൻ സാർ കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ എനിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ് ഒരാളാണ് അനന്യ പാണ്ഡെ. കാരണം അനന്യ പാണ്ഡെയുടെ ഫസ്റ്റ് സിനിമ സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ 2 എന്ന് പറയുന്ന സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നിയ ഒരു ക്രിഞ്ച് ഫെസ്റ്റിവലായിരുന്നു ആ സിനിമ ആക്ച്വലി. പക്ഷെ അതിൽ നിന്ന് കേസരി 2 എടുത്ത് നോക്കുന്ന സമയത്ത് അനന്യ പാണ്ഡെയുടെ ഒരു ആക്ടിങ് സ്കെയിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭയങ്കരമായിട്ട് കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട് അനന്യ പാണ്ഡെ. സോ മൊത്തത്തിൽ പറഞ്ഞ നല്ലൊരു കോർട്ട് റൂം ഡ്രാമ, നല്ലോണം എൻ്റർടൈനിങ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് കേസരി ചാപ്റ്റർ 2. നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അടുത്ത സിനിമയിലോട്ട് പോകാമെന്ന് വെച്ചാൽ അടുത്ത സിനിമയാണ് 2018-19 ഞാൻ ഈ സിനിമ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ഈ സിനിമ ആക്ച്വലി ഞാൻ കാണാൻ കാരണക്കാരനായത് ഈ സിനിമയിലെ നായകനല്ല, പക്ഷേ ഈ സിനിമയുടെ ഡയറക്ടർ രാജ്കുമാർ ഗുപ്ത. നോ വൺ കിൽ ജസീക്ക, ഘൺചക്കർ, അമീർ, പിന്നെ ഈ സിനിമ. അപ്പം 2018 ഞാൻ ഈ സിനിമ കണ്ടിട്ട്
അതാണ് ആ ഒരു കാരണം. ഈ ഡയറക്ടറാണ് ഈ സിനിമ ഞാൻ കാണാൻ കാരണം. സിനിമ വേറൊന്നുമല്ല, റെയ്ഡ്. അപ്പം ആ റെയ്ഡിൻ്റെ ഒരു രണ്ടാം ഭാഗമാണ് റെയ്ഡ് 2 എന്ന് പറയുന്നത്. ഇപ്പം 2025 മെയ് 1 ഇറങ്ങിയിരിക്കുന്ന സിനിമ. സോ അജയ് ദേവ്ഗൻ പഴയ ആ ക്യാരക്ടർ തന്നെ റിപ്ലേസ് ചെയ്തിട്ട് പക്ഷേ ഈ വട്ടം വേറൊരു രീതിയിൽ, അല്ലെങ്കിൽ കഥയുടെ പ്ലോട്ടൊന്ന് മാറ്റി അമയ് പട്നായക് എന്ന് പറയുന്ന ക്യാരക്ടറിന് തോൽവി സംഭവിച്ചാൽ പുള്ളി അതെങ്ങനെ നേരിടും, അല്ലെങ്കിൽ പുള്ളി എപ്പോഴും റൂൾസ് അതല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ഒരാൾക്കൊരു തോൽവി സംഭവിക്കുമ്പോൾ പുള്ളി അതെങ്ങനെ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ പുള്ളി അതെങ്ങനെ നേരിട്ട് ജയിക്കുമോ ജയിക്കില്ലയോ എന്നുള്ളൊരു കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഈ വട്ടം അമയ് പട്നായകിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത് റിതേഷ് ദേശ്മുഖാണ്. ഈ സിനിമ എനിക്ക് തോന്നുന്നു ഞാൻ റെയ്ഡ് 2 കാണാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്ടർ, 2 റിതേഷ് ദേശ്മുഖ്. കാരണം റിതേഷ് ദേശ്മുഖ് നെഗറ്റീവ് റോൾ അഭിനയിച്ച ഒരു സിനിമ പോലും ഇന്നേ വരെ എനിക്ക് ഡിസപ്പോയിൻമെൻറ്റ് തന്നിട്ടില്ല. പുള്ളിക്കാരൻ മറാഠിയിൽ ചെയ്യുന്ന മൂവീസ് ആണെങ്കിലും, ഇപ്പം മാവുലി എന്ന് പറയുന്ന സിനിമയാണെങ്കിലും, ലൈഭാരി എന്ന് പറയുന്ന സിനിമയാണെങ്കിലും, അതെല്ലാം നമുക്ക് തരുന്ന, ഇപ്പം റീസെൻ്റായിട്ട് പുള്ളി ചെയ്ത, എനിക്കതിൻ്റെ പേര് ഇപ്പോൾ ഓർമ്മയില്ല, നമ്മുടെ തെലുഗുവിൽ നാഗചൈതന്യം സായി പല്ലവിയും ചെയ്ത ആ ഒരു സിനിമയുടെ മറാഠി റീമേക്ക് ചെയ്ത സമയത്ത് അതെല്ലാം ഭയങ്കര കിടിലമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ പുള്ളി നെഗറ്റീവ് റോൾ, ലൈക്ക് ഏക് വില്ലൻ ആണെങ്കിലും മർജാവ എന്ന് പറയുന്ന സിനിമയാണെങ്കിലും, പുള്ളി ചെയ്യുന്ന നെഗറ്റീവ് റോൾസിന് ഭയങ്കര ഇമ്പാക്റ്റ് കൊടുക്കുന്ന ഒരു താരമാണ് റിതേഷ് ദേശ്മുഖ്. ഞാൻ നോക്കുമ്പോൾ കോമഡി പുള്ളി കിടിലമായിട്ട് ചെയ്യും, ഒരു എക്സ്ട്രീമാണ് കോമഡി. പക്ഷേ വില്ലനിസം വരുമ്പോഴും ആ ഒരു എക്സ്ട്രീം ലെവലിൽ നമുക്ക് ആ ഒരു ഡെപ്ത് തരും. ഈ സിനിമ ഞാൻ കാണുന്ന സമയത്ത് ഒരു ഒരു ലെയറാണ്. കാരണം എന്താ പറയുന്നത്, ആദ്യം നമ്മളെ ഒരു റിതേഷ് ദേശ്മുഖിൻ്റെ ഒരു നല്ലൊരു വശം കാണിച്ചിട്ട്, എന്തായാലും നമുക്കറിയാം പുള്ളി ഒരു വില്ലൻ തന്നെയാണ്, അപ്പോൾ പുള്ളിക്ക് ഒരു ലെയറും കൂടെ ഉണ്ട്. പക്ഷെ ആ ഒരു രണ്ടാമത്തെ ലെയറിലോട്ട് പുള്ളി കയറുന്ന സമയത്ത് പുള്ളി മറ്റേ ആക്ഷനും പഞ്ചും ഒന്നുമില്ലാതെ ജസ്റ്റ് എക്സ്പ്രഷൻസ്, അതേപോലെ ജസ്റ്റ് ആ ഒരു ഡയലോഗ് ഡെലിവറി കൊണ്ട് നമുക്ക് ആ ഒരു ഹീറ്റ് തരും ഒരു വില്ലൻ്റെ. അപ്പം ആ ഒരു നായകൻ വേർക്കുന്ന സമയത്ത് നമുക്ക് വില്ലൻ്റെ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ആക്ച്വലി ഈ സിനിമയുടെ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നിയ 2 കാര്യം. ഈ സിനിമ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊന്നും പറയാൻ പറ്റില്ല. സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ഒരു ലാസ്റ്റ് 30 മിനിറ്റ്സ്, ലൈക്ക് ഇതിൽ വേറെ ഒരു ക്യാരക്ടറും കൂടി എൻട്രി ആവും. അമിത് സയാൽ എന്നാണ് പുള്ളിയുടെ പേര്. ഇതിനകത്ത് ലല്ലൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. അപ്പം ആ പുള്ളി ഈ കഥയിലോട്ട് എൻ്റർ ആവുന്ന സമയത്തൊന്ന് അതൊരു സർപ്രൈസ് ആയിരുന്നു. കാരണം റെയ്ഡിനകത്തും പുള്ളിയുണ്ട്. റെയ്ഡ് 2 വരുമ്പം പുള്ളിയും കൂടി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കഥയുടെ ഒരു ഫോർമേഷൻ അങ്ങ് മാറും, കഥ കിടിലാവും. പിന്നെ നമുക്ക് അങ്ങോട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമയാണ് റെയ്ഡ് 2. എനിക്ക് പൊതുവേ ഒരു ആവറേജ് എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമയാണ് റെയ്ഡ് 2. പക്ഷേ ലാസ്റ്റ് 30 മിനിറ്റ്സ് കിടിലമായിരുന്നു പടത്തിൻ്റെ. സോ മൂന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതിലേറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞത്, എനിക്ക് ആ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ഒരുപാട് ലേറ്റായി. സിനിമ വേറൊന്നുമല്ല, തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് രജപുത്ര നിർമ്മിച്ച, ലാലേട്ടൻ, അതേപോലെ മണിയമ്പിള്ള രാജു ചേട്ടൻ, ശോഭന മാം അവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിച്ച, പ്രകാശ് വർമ്മ പുള്ളിയും പ്രധാന കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച തുടരും. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തന്നൊരു സിനിമയാണ്. ഇപ്പോഴും എമ്പുരാൻ എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് തന്നെയാണ്. എമ്പുരാൻ ഒരു താരത്തിൻ്റെ തിരിച്ചുവരവായിരുന്നു. മോഹൻലാൽ എന്ന താരം തിരിച്ചു വന്നു. തുടരും എന്ന് പറയുന്നത് മോഹൻലാൽ എന്ന നടൻ്റെ തിരിച്ചുവരവാണ്. പുള്ളി എവിടെയും പോയിട്ടില്ല, പുള്ളി ഇനി എവിടെയും പോകത്തുമില്ല, ആരും പറഞ്ഞു വിടാനും നോക്കണ്ട എന്ന് അടിവരയിട്ട് 2 കുത്തു ഇട്ടിരിക്കുന്ന ഒരു സിനിമയാണ് തുടരും. സിനിമ ഇനിയും കാണാത്തവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഒരു ഫാമിലി ഡ്രാമ എന്ന് പറഞ്ഞ് പക്ഷേ അതിന് വേറൊരു ലെയറും ഉണ്ട്. ഒരു ഫസ്റ്റ് ഹാഫൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ എന്ന് പറഞ്ഞ് ഭയങ്കര സർപ്രൈസ് ആയിട്ടിരുന്നിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് സിനിമ കയറുമ്പോഴത്തേക്ക് ഗിയറൊക്കെ അങ്ങോട്ട് മാറ്റി സിനിമ വേറൊരു രീതിക്ക് പോകുന്നതും, ഒരുപാട് മെറ്റാഫേഴ്സും, ലാലേട്ടൻ്റെ പെർഫോമൻസ് ആണെങ്കിലും, പ്രകാശ് വർമ്മ, എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു
ഭയങ്കര സർപ്രൈസ് തന്നൊരു ക്യാരക്ടറാണ് പ്രകാശ് വർമ്മ. കാരണം പുള്ളി കസറിയിട്ടുണ്ട്. കാരണം പുള്ളിയുടെ ആ ഒരു ഹലോ ഹലോ എന്നൊക്കെയുള്ള വിളിയും പറച്ചിലും അതൊക്കെ വെച്ചിട്ട് പുള്ളി സിനിമയിലൊരു ഒരു പെർഫോമൻസ് ചെയ്യുന്ന കിടിലാണ്. ബിനു പപ്പു ചേട്ടൻ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്, ഫർഹാൻ ഫാസിൽ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. സോ സിനിമയിൽ വന്ന ഒരാൾ പോലും നമ്മളെ എന്താ പറയുക, ഒരു നെഗറ്റീവ് നമ്മളെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു സിനിമയാണ് തുടരും. കിടിലൻ പടമാണ്, സിനിമ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലൻ പടമാണ്. ഈ ഒരു ജസ്റ്റ് ഒരു റിമൈൻഡർ, ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ലൈക്ക് ലോങ് വീഡിയോ ആയിരിക്കും. ബി വിത്ത് മീ. സോ അടുത്ത സിനിമ എന്ന് പറയുന്നത് ശൈലേഷ് കൊലാനു ഡയറക്റ്റ് ചെയ്ത നാനി പ്രധാന കഥാപാത്രങ്ങൾ, നാനി, ശ്രീനിധി എന്നിവ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഹിറ്റ് ദ തേർഡ് കേസ് സിനിമ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ ഒരു എന്താ പറയുക, ഭയങ്കര വയലൻസ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് വയലൻസ് പരിപാടികളുള്ള ഒരു സിനിമയാണ് ഹിറ്റ് 3. സോ ഇതിൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തതെന്ന് പറയുന്നത്, ഇപ്പൊ ഹിറ്റ് 1 ഹിറ്റ് 2 കണ്ടവരാണെങ്കിൽ നമ്മൾ ആ സിനിമയെ കുറിച്ച് പിന്നെ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നായകനെ കുറിച്ചായിരിക്കില്ല. ആ കഥ, ആ ഒരു കില്ലിങ് ആണെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു ക്രൈമിനെ ബേസ് ചെയ്തോ, അല്ലെങ്കിൽ ആ ഒരു കേസ് ബേസ് ചെയ്താണ് ആ സിനിമ പോകുന്നത്. അല്ലാതെ ഇപ്പം ആര് നായകനായാലും ആ കേസിനായിരുന്നു ഇമ്പോർട്ടൻസ്. എനിക്ക് ഹിറ്റ് 1 ഹിറ്റ് 2 എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തു. ഹിറ്റ് 3 വരുന്ന സമയത്ത് അതല്ല കേസ്. ആക്ച്വലി ഇറ്റ്സ് മോർ അബൌട്ട് ദ സെൻട്രൽ ക്യാരക്ടർ അർജുൻ സർക്കാർ. അർജുൻ സർക്കാർ നമ്മളെ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ചില കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് പുള്ളി ഇങ്ങനെയാണ്, പുള്ളി ഒരു ഭയങ്കര ഒരു നെഗറ്റീവ് ഫേസ് ഉള്ള ഒരാളാണെന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചു തരും. പിന്നെ കഥ മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു കാരണം പല ലേയേഴ്സായിട്ട് സിനിമ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു കാര്യം പുള്ളി ഇങ്ങനെ കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നൊന്നുമില്ല. സോ അത് എനിക്ക് ഭയങ്കര ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഓരോ സിനിമയുടെ പേർപ്പസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും, അത് ട്രീറ്റ്മെന്റ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇത് കുറച്ചുകൂടി എന്താ ഓൺ ഫീൽഡ്, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക, റഫായിട്ട് ഭയങ്കര ഒരു ആക്ഷൻ ബേസ്ഡ് വയലന്റ് പരിപാടികളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. മോർ ഓവർ ഇതൊരു മാസ് കമേഴ്ഷ്യൽ ആക്ഷൻ ഗ്രാൻഡ് ത്രില്ലർ എന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം. സോ ഹിറ്റ് 3 അവസാനിക്കുന്നിടത്താണ് ആക്ച്വലി ഹിറ്റ് 2 അവസാനിക്കുന്നിടത്താണ് ഹിറ്റ് 3 തുടങ്ങുന്നത്. പുള്ളി വന്ന് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ പുള്ളി വന്ന് ജോയിൻ ചെയ്തിട്ട് പുള്ളിക്കൊരു പുതിയ കേസ് വരുന്നു. ആ ഒരു കേസ് എന്താണെന്ന് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പം ഈ കേസിനായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്ക് ഒരു പാസ്റ്റിൽ ഒരു കേസ് ഉണ്ടാവുകയും ഈ രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് പുള്ളി മുന്നോട്ട് പോവുകയും പുള്ളി എന്തിനാണ് സിനിമയിൽ സ്റ്റാർട്ട് ഞാൻ പറഞ്ഞ ഒരു ക്രൈം പുള്ളി ചെയ്യുന്നതായിട്ട് നമ്മൾ കാണിക്കും. അത് എന്തിനാണ് പുള്ളി ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതാണ് സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഉള്ളത്. സോ ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഒരു ഇമ്പാക്ട് തോന്നിയെന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിലോട്ടോ മറ്റേ കില്ലർ, അല്ലെങ്കിൽ കില്ലറിന്റെ ഒരു ഹെഡ് എന്ന് പറയുന്ന പുള്ളി അവരുടെ ആ മോട്ടീവ് പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇങ്ങനെ തോന്നി. കാരണം ഒരു ഇമ്പാക്ട്ഫുൾ ആയിരിക്കണം ഒരു മോട്ടീവ്, അല്ലെങ്കിൽ ഒരു കില്ലർ ഇത്രയും പേരെ കൊല്ലുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊല്ലിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് കുറച്ച് സ്ട്രോങ് ആയിരിക്കണം. പക്ഷെ അതെനിക്ക് അത്ര ഒരു സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ ഇതൊന്നും സിനിമയുടെ നെഗറ്റീവ്, ഭയങ്കര നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നിയ ഒരു പോരായ്മകൾ മാത്രമേ ഉള്ളൂ. ഇനി പോസിറ്റീവിലോട്ട് വരുമ്പോൾ ഞാൻ കിട്ടലായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോറിയുടെ പ്ലേസിങ്, അല്ലെങ്കിൽ സ്റ്റോറിയുടെ ഒരു ഫ്ലോ നമുക്ക് കിട്ടലായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിൽ ഒരു ലാസ്റ്റ് 30 minutes ഉണ്ടാവുന്നു. ഹിറ്റ് 1 ഹിറ്റ് 2 ഒക്കെ കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും കൈ അടിക്കാൻ, അല്ലെങ്കിൽ ഗൂസ് ബംസ് അടിക്കാനുള്ള മൊമെന്റ്സ് സിനിമയിലുണ്ട്. ലാസ്റ്റ് 30 minutes ആക്ഷൻ സീക്വൻസസ് കിടലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പേഴ്സണലി ആക്ഷൻ സീക്വൻസസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ മൊത്തത്തിൽ നല്ലൊരു ആക്ഷൻ മാസ് കമേഴ്ഷ്യൽ ക്രൈം ത്രില്ലർ, അതാണ് ഹിറ്റ് ദ തേർഡ് കേസ് എന്ന് പറയുന്നത്.
നമുക്ക് ഹിറ്റ് സെക്കൻഡ് കേസായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് പേഴ്സണലി പറ്റില്ല. കാരണം അതങ്ങ് നിങ്ങൾ കാണുമ്പം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സോ അടുത്ത സിനിമ എന്ന് പറയുന്നത് പടക്കളം. ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട്, സന്ദീപ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചെയ്ത, പിന്നെ സാഫ് ബോയ്, അരുൺ പ്രദീപ്, അങ്ങനെ ഉണ്ട്. മനു സ്വരാജ്, ബേസിൽ ജോസഫിന്റെ പുള്ളി ബേസിൽ ജോസഫിനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബേസിൽ ജോസഫ് സ്കൂളിൽ നിന്ന് വന്ന ഒരാളാണ് മനു സ്വരാജ്. അതിന്റെ ആ സിനിമയിൽ കാണാനുണ്ടായിരുന്നു. കാരണം ഒരു ഒരു 2 വാക്ക് പറഞ്ഞാൽ അടിപൊളി പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടം. നല്ലൊരു ഫൺ എന്റർടൈനിങ് സിനിമയാണ്. സിനിമയുടെ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അവരെ തമ്മിൽ പറയുന്ന ചില കോമഡികൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇതെന്ത് എന്ന് പറഞ്ഞ പോലെ തോന്നി. കാരണം അതൊക്കെ ആ കോമഡികളൊക്കെ നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ ഒരുപാട് അല്ലെങ്കിൽ കേട്ട അല്ലെങ്കിൽ കണ്ട കോമഡികളാണ്. അത് പിന്നെയും ഇവിടെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഒരു അരോചകം ഫീൽ ചെയ്യും. പക്ഷേ ആ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ കഥയിലെ മെയിൻ സെൻട്രൽ ക്യാരക്ടേഴ്സ് സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീനും രണ്ടുപേരും സീനിലോട്ട് അല്ലെങ്കിൽ സിനിമയിലോട്ട് എൻട്രി അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമയുടെ ഒരു പോക്കുണ്ട്. അതേപോലെ സന്ദീപ്, ഫാലിനി, ആലപ്പുഴ ജിംഖാന എന്നീ സിനിമകളൊക്കെ ചെയ്ത എൻ്റെ അമ്മ കിട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. കാരണം ഈ സിനിമയിൽ പുള്ളിക്ക് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. പുള്ളിക്കൊരു ട്രാൻസിഷൻ ഉണ്ട് സിനിമ. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും ആ ട്രാൻസിഷനൊക്കെ നമുക്ക് ഒരു രീതിയിലും തോന്നിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാതെ നല്ല സ്മൂത്ത് ആയിട്ട് പക്കയായിട്ട് ചെയ്തു വെച്ചു. സോ ഒരു സൂപ്പർ നാച്ചുറൽ ഫാന്റസി കോമഡി പടം ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കുക, പോയി ആസ്വദിച്ചിട്ട് എടുക്കുക. ലോജിക് അതൊന്നും ഇതായിട്ട് പോകരുത്. അങ്ങനെ ഭയങ്കര ലോജിക്ലെസ് പരിപാടികളൊന്നും ഇല്ല. പക്ഷെ സൂപ്പർ നാച്ചുറൽ ഫാന്റസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ലോജിക്ക് നമുക്ക് അവിടെ ചിലയിടത്ത് നമുക്ക് മറക്കേണ്ടി വരും. സോ അങ്ങനെ ഒരു സിനിമയാണ് പടക്കളം. കിടലുണ്ടോ അടുത്തത് എത്ര കേസരി 2, റെയ്ഡ് 2, തുടരും, 8 കേസ് പടക്കളം. അടുത്ത സിനിമ ദ ടൂറിസ്റ്റ് ഫാമിലി. ഈ സിനിമ ഞാൻ റിലീസായി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ബുക്ക് മൈ ഷോ ഞാൻ ആക്ച്വലി ബുക്ക് മൈ ഷോ ഭയങ്കരമായിട്ട് വിസിറ്റ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ടിക്കറ്റ്സിന്റെ എങ്ങനെയുണ്ട്, സിനിമ എങ്ങനെ പോകുന്നു ഒക്കെ നോക്കാൻ വേണ്ടി ജസ്റ്റ് എൻ്റെ ഒരു ഹോബി പോലെ ഞാൻ ഇടയ്ക്ക് ബുക്ക് മൈ ഷോ എടുത്ത് പറഞ്ഞു നോക്കും. അപ്പൊ കണ്ടതെന്ന് പറയുന്നത് ഇതിന്റെ കൂടെ എനിക്കൊന്ന് റെട്രോ എന്ന് പറയുന്ന സിനിമയുടെ കൂടെ ഇറങ്ങിയ സിനിമയാണ്. ഞാൻ റെട്രോ ഇറങ്ങിയ സമയത്ത് ഇത് നോക്കിയായിരുന്നു. പക്ഷെ ഈ സിനിമയ്ക്ക് ആ സമയത്ത് ഒരു ബുക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ചെന്ന സമയത്ത് റെട്രോയുടെ അതേ ലെവലിലുള്ള ബുക്കിംഗ് ഈ സിനിമ ഞാൻ കണ്ടു. അത് കണ്ടിട്ട് പിന്നെ അഭിപ്രായങ്ങൾ കണ്ടു. പിന്നെ എൻ്റെ ആ സിനിമ കണ്ട കൂട്ടുകാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു കിട്ടിയതും പറയണം. അന്നേരം അന്ന് തൊട്ട് വെയിറ്റ് ചെയ്ത് ഞാൻ ഇന്ന്, കാരണം ഇവിടെ ടിക്കറ്റ് കിട്ടാനില്ലായിരുന്നു സത്യം. അത് നമ്മുടെ ചെന്നൈയിൽ ഞാൻ ഇവിടെ അടുത്ത സിനിപോളിസ് ഉണ്ട്. സിനിപോളിസിന് ടിക്കറ്റ് ഇല്ല. ഞാൻ ഇന്നലെ രാത്രി നോക്കി കിട്ടിയില്ല. പിന്നെ ഇന്ന് ഉച്ചക്കലത്തേക്കാണ് എനിക്ക് ആക്ച്വലി ഞാൻ നോക്കി എനിക്ക് കിട്ടിയത്. അപ്പം ഭയങ്കര ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് ആണ്. എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ഈ സിനിപോളിസിൽ തന്നെ 11 ഷോ സംതിങ് ഉണ്ട്. 4 ഷോയിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ 11 ഷോസ് ഉണ്ട് ടൂറിസ്റ്റ് ഫാമിലിക്ക്. കിടിലൻ പടം, കിടിലൻ ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ. ഇത് എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നൊരു പാട്ടാണ്. ഈ പാട്ട് അതിങ്ങനെ നമുക്ക് റൈം ചെയ്തുകൊണ്ടിരിക്കും. ആ സിനിമ എന്തുകൊണ്ടാണിത് എന്നുള്ളത് ചിലർക്ക് അറിയായിരിക്കും, ചിലർക്ക് ഈ സിനിമ ആണെന്ന് മനസ്സിലാവും. കിടിലൻ പടം. അതിനകത്ത് ഒരു കുഞ്ഞു മോനായിട്ട് ഒരാൾ ഒരു കുട്ടി ചെയ്തിട്ടുണ്ട്. അവനാണ് ഈ സിനിമയുടെ പൾസ്.
കാരണം ഫ്രം ദ സ്റ്റാർട്ട് ടിൽ ദ എൻഡ് ഒരു എന്താ പറയുക, നമ്മൾ ഈ ഒരാൾ മരിച്ചതിന്റെ റിമെമ്പറൻസിൽ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് അവിടെ ഒരു സീനുണ്ട്. അവിടെ ഈ ചെക്കനും ശശികുമാർ എന്ന് പറയുന്ന നടന്ന നമ്മളൊരു പെർഫോമൻസ് ടോപ്പ് നോച്ച്. പയ്യൻ കീട്ടിലല്ല, തകർത്ത് വാരിയിട്ടുണ്ട് പയ്യൻ. അതേപോലെ ശശികുമാർ സാർ ആണെങ്കിലും നമ്മുടെ ആവേശത്തിലെ ബിബിനാണെങ്കിലും സിമ്രൻ മാം ആണെങ്കിലും എല്ലാരും തകർത്ത് വാരി പാടാൻ പഠിച്ചിട്ടുണ്ട്. യോഗി ബാബു ഇതിനകത്തൊരു ഒരു നല്ലൊരു എന്താ പറയുക, എനിക്കൊന്ന് ഞാൻ 2-3 സിനിമ കണ്ടപ്പോൾ പുള്ളിയെ വെറുതെ ഒരു കോമഡിക്കിന്റെ പേരിൽ കൊണ്ടുവന്ന് ജസ്റ്റ് കാണിച്ചിട്ട് അങ്ങ് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഒരു സീനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാപ്പിന് വേണ്ടി പുള്ളിയെ കൊണ്ടുപോകുന്ന ഒരു രീതി ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഇതില് പുള്ളിയെ ഉപയോഗിച്ചിരിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഒരു മെച്ചുവർഡായിട്ട് ഫീൽ ചെയ്തു. എനിവേ കിടിലൻ പടം. എനിക്ക് തോന്നുന്നു ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സിനിമ ആ ഒരു മൂഡിൽ പോകുന്നൊരു സിനിമയാണ്. ഒരിക്കലും ആ സിനിമയെക്കാളും മികച്ചൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗുഡ് നൈറ്റും കിടിലൻ പടമാണ്, പക്ഷെ അതിലും കൂടി കുറച്ചുകൂടി ഒരു മേലെ നിൽക്കുന്ന പടമാണ് ടൂറിസ്റ്റ് ആണ്. സോ ഭയങ്കര കഥയൊന്നുമില്ല, പക്ഷെ അതിലൊരു കുഞ്ഞു കഥയുണ്ട്. ആ കുഞ്ഞു കഥ ഭയങ്കര സ്വീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചിരിക്കാനും നമുക്ക് കൈയടിക്കാനും നമുക്ക് നമ്മുടെ കണ്ണ് നിറയിക്കുന്ന കുറെ നല്ല സീൻസ് ഉണ്ട് സിനിമയിൽ. സോ നമ്മള് സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു മനസ്സിൽ ഒരു നന്മ തരുന്ന ഒരു സിനിമയും കൂടിയാണ്. കാരണം നന്മ ചെയ്താൽ നമുക്ക് എപ്പോഴും നന്മ ഉണ്ടാവും എന്ന് പറഞ്ഞു തരുന്ന ഒരു സിനിമയും കൂടിയാണ്. സോ അത്രേ ഉള്ളൂ. നന്മ ചെയ്താൽ നന്മ വരും എന്ന മെസ്സേജോടെ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. ഞാൻ ഈ ഷെയർ ചെയ്ത ഒപ്പീനിയൻസ് എല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും ഡിവിഷൻ തികച്ചും യാദൃശ്ചികം മാത്രമായിരിക്കും. കാരണം ഇത് ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. സോ ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്ന എൻ്റെ ഒപ്പീനിയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആർക്കെങ്കിലും ഈ ചാനൽ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ അവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.